RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യന്മാരുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിനെ കുറിച്ചാണ്. ചാമ്പ്യന്മാർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ലീഗുകളും അടിച്ച് അവര് പദം വന്നിട്ട് വരുന്ന ടീമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലും അതേപോലെ തന്നെ ലീഗ് വൺ ചാമ്പ്യന്മാരായ PSG ഇന്ന് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വേദിയിൽ ഏറ്റുമുട്ടാൻ പോവാണ്. അപ്പോ എന്തായിരിക്കും റിസൾട്ട് എന്ന് ഒരു പിടിയൊന്നും ഇല്ലാന്നൊന്നും പറയാനില്ല. എല്ലാവരും PSG-ക്കാണ് ഇപ്പോ കുറെ മുൻതൂക്കമൊക്കെ അതെ. കണ്ടുകൊണ്ട് വരുന്നതെങ്കിലും പക്ഷെ പക്ഷെ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ PSG-ക്ക് എല്ലാരും വൺ സൈഡ് ആയിരിക്കും. ചെൽസി അവിടെ തൂക്കിക്കൊണ്ടുപോയി. ഇതേ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ PSG അടിക്കുന്ന പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ചെൽസി അന്ന് 3-1 തോന്നുന്നു പരാജയപ്പെടുത്തിയത്. 3-0. 3-0 അങ്ങനെ. അപ്പോ ഇന്നത്തെ കളിയിൽ എന്തായിരിക്കും റേഹാൻ നടക്കുക? നീ ആദ്യമേ ആരുടെ കൂടെയാണ്? ആദ്യമേ എന്താണ് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ കളി നടക്കാൻ പോണത് പുസ്കാസ് എരീനയിലാണ്. അതും ഹംഗറിയിലാണ്. ഹംഗറിയിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം ഇന്ന് രാത്രി 9:30 ഇന്ത്യൻ സമയം 9:30 UAE സമയം സമയം 8 8 മണിക്കുമായിട്ടാണ്. മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ കളിയെ കുറിച്ച് എന്താണ്, ആര് ജയിക്കാനാണ് ചാൻസ്, എന്താണ് റിസൾട്ട്? നീ ആരുടെ കൂടെ നിൽക്കുന്നത്? ഞാൻ എപ്പോഴും പോലെ PSG-യുടെ കൂടെയാണ് നിൽക്കുന്നത്. PSG-യോട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ആഴ്സണലിന്റെ കൂടെയാണ്. ഓ എന്താ പറഞ്ഞാല് ഇത് ക്ലബ് വേൾഡ് കപ്പ് ചരിത്രം, അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കും. ആഴ്സണൽ കപ്പ് നേടുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റീസണേ ഉള്ളൂ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അവർ അടിച്ചിട്ടുണ്ട്. ഞാൻ ആഴ്സണലിന്റെ കൂടെ ഇപ്പൊ എന്താണ് ആഴ്സണൽ കപ്പടിക്കുന്നത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആഴ്സണൽ പ്രീമിയർ ലീഗ് അടിച്ചു. അവരുടെ കിട്ടാക്കനായ 10-24 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രീമിയർ ലീഗ് അടിച്ചിരിക്കുന്നത്. അവരുടെ ക്ലബ്ബ് ചരിത്രത്തിൽ ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം നേടിയിട്ടില്ല. ഈ ഒരു സ്ക്വാഡും ഈ ഒരു കോച്ചും ആർട്ടറ്റയും കൂടെ നേടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇവർക്ക് വിന്നിംഗ് മെന്റാലിറ്റി എന്നൊരു പ്രശ്നമാണ് ഇതുവരെ ഇല്ലാണ്ടിരുന്നത്. കഴിഞ്ഞ 2022, 23, 24 സീസണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അതിന് മുമ്പ് 5ഉം 6ഉം 8ഉം പൊസിഷനുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആർട്ടറ്റയുടെ കീഴിൽ നല്ലൊരു കുതിപ്പ് തന്നെയാണ് ആഴ്സണൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫൈനൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ലീഗിൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇവര് കാലോട്ട് ഉടയ്ക്കുന്ന പറയുന്നത് പ്രാവശ്യം എന്തായാലും ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരെ ബോട്ടിൽ ഏൽപ്പിച്ച് വിട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിനെ സൈഡിലാക്കിയിട്ട് അവര് കപ്പ് നേടി. അപ്പൊ ആ ഒരു ഇതിലാണ് വരും. പക്ഷെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എങ്ങാനും തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആഴ്സണലിന്റെ കൂടെ നിൽക്കൂല. സത്യം പറഞ്ഞാൽ ആഴ്സണൽ ഈ ചാമ്പ്യൻസ് ലീഗ് പപ്പട പരുവം എന്ന് പറഞ്ഞ സംശയമില്ല. പക്ഷെ ഇപ്പോ അവരൊരു കപ്പ് നേടിയിട്ട് അവരൊരു എന്താ പറയാ വിന്നിംഗ് മെന്റാലിറ്റി ഒരു ഊർജ്ജത്തിലാണ് കളിക്കാൻ വരുന്നത്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കളിക്കാൻ വരുന്നത്. അവർക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി, അവരുടെ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചാമ്പ്യൻ ട്രോഫി. പിന്നെ ഒരു കാര്യമുണ്ട്, ആർട്ടറ്റ പാർട്ടിയിൽ വെച്ചിട്ട് ഏതോ വീഡിയോ ലീക്ക് ആയതാന്ന് തോന്നുന്നു. ഞങ്ങള് ഇപ്പോഴൊന്നും അല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, സാറ്റർഡേ നൈറ്റ് ചാമ്പ്യന്മാരായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന അത് പറഞ്ഞിട്ട് പറയാലോ, അതിപ്പോ രണ്ട് കോച്ചുമാരും പറയല്ലോ. അതിപ്പോ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞു, തിരിച്ച് ലൂയിസ് എൻട്രി പറയാൻ പ്രസ് കോൺഫറൻസ് അല്ല കളിന്റെ വിജയം അവസാനിക്കുന്നത്, കളിയിലാണ് കളിന്റെ ഇത് അവസാനിക്കുന്നത് പറഞ്ഞിട്ട് ലൂയിസ് എൻട്രിക്ക് പറഞ്ഞിട്ട്. അപ്പോ PSG-ന്റെ തീയില് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട പോലെ ആഴ്സണൽ ചെയ്ത പരിപാടി. അങ്ങനെ അത് പക്ഷെ അതൊക്കെ മൈതാനം തന്നെ. ലൂയിസ് എൻട്രിക്ക് പറഞ്ഞ പോലെ മൈതാനത്താണ് കാണിക്കുന്നത്. പ്രസ് കോൺഫറൻസിലും അല്ലെങ്കിൽ വേറെ ഈ വാർത്താ സമ്മേളനം അങ്ങനെയുള്ള ഇതിലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കളിയിൽ ഗ്രൗണ്ടിൽ ഈ 90 മിനിറ്റ് അല്ലെങ്കിൽ 90 മിനിറ്റ് എക്സ്ട്രാ ടൈം പെനാൽറ്റിയും അതിൽ ആർക്കാണ് മുൻതൂക്കം, ആരാണ് കളിക്കുന്നത് അവർക്ക് വിജയിക്കാൻ പറ്റും. അപ്പോ ഞാന് ആഴ്സണല്. ഞാൻ PSG. എത്ര ഗോളിന് ജയിക്കും PSG? 4-1. 4-1. എടാ, ആഴ്സണൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നീ നോക്കണം. നിങ്ങൾ അറ്റാക്കിംഗ് ഉള്ള കാര്യമൊക്കെ ശരിയാണ്, PSG അറ്റാക്കിംഗ് ഉള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആഴ്സണൽ ഡിഫൻസ് കണ്ടിട്ടുണ്ടോ? അവര് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ള ടീമാണ്. അത് മനസ്സിലാക്കുന്നത്. പിന്നെ ഗോളടിക്കാൻ നിങ്ങൾക്ക് മാത്രമൊന്നല്ല, നമുക്ക് സെറ്റ് പീസുകളും ഉണ്ട് ഗോളടിക്കാനുള്ള കാര്യം, അത് മറക്കണ്ട. ഞാൻ പറയുന്നു ആഴ്സണല് 2-1 നാളെ വിജയിക്കും. എന്താ പറയുക, 1-1 സമനിലയിലും കളി ഏകദേശം പോവാ. പക്ഷെ അവസാന 80 മിനിറ്റുകൾക്ക് ശേഷം ആഴ്സണൽ ഒരു ഗോൾ അടിക്കുന്നു, വിജയം 2-1 തൂക്കുന്നു. ബേസിക്കലി സോഷ്യൽ മീഡിയ എല്ലാരും പറയണത് എന്താന്ന് വെച്ചാൽ, ബേസിക്കലി ദിസ് ഇസ് എ ഡെർബി ഓഫ് വാട്ട്, ഹറാം ബോൾ മീൻസ് ഹലാൽ ബോൾ. അങ്ങനെ സംഭവം. ഹലാൽ ബോൾ എന്ന് വെച്ചാൽ അറ്റാക്കിംഗ് ടീം അറ്റാക്കിംഗിൽ കളിച്ച് അങ്ങനെ ഗോൾ അടിക്കും. ഹറാം ബോൾ എന്ന് വെച്ചാൽ ഫുള്ള് ബസ് പാർക്ക് ആഴ്സണൽ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരൊരു ഗോൾ സ്കോർ ചെയ്യും ആദ്യം. അത് സെറ്റ് പീസുകളിൽ അങ്ങനെ അവരുടെ രീതിക്കുള്ള ഗോൾ സ്കോർ ചെയ്യും. അതിനുശേഷം അവർ നല്ല രീതിക്ക് ഡിഫൻസ് ചെയ്തിട്ട്, എന്താ ഡിഫൻസിൽ മെയിൻ ആയിട്ട് സാലിബിയും ഗബ്രിയലൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഡിഫൻസ് ഗോൾ പോലെ കാക്കുന്ന ഡേവിഡ് റിയ എന്ന് പറയുന്ന ഗോൾ കീപ്പറിന് തന്നെയാണ് തളരാത്ത പോരാളി എന്ന് പറയില്ലേ, ആ ചങ്ങയുണ്ട്. പക്ഷെ ആള് വന്നപ്പോൾ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആഴ്സണലിന് വേണ്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് 100% കൊടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോ 4-1 PSG ജയിക്കുന്നു, 2-1 ആഴ്സണൽ ജയിക്കുന്നതാണ് നമ്മുടെ ഇവിടെ. അപ്പൊ നിങ്ങൾ എന്താണ്, ആരാണ് ജയിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആഴ്സണൽ ഫാൻസ് പോരട്ടെ, നിങ്ങൾ കമന്റ് ഇട്ട് നമുക്ക് കപ്പ് നോക്കിയിട്ട് പോകണം. PSG ഫാൻസ് ഒന്നും ഇല്ലേ?
PSG ഫാൻസ് കുറവല്ലേ, ഇനിയാണ് കൂടാൻ പോണത്. PSG ഓൾറെഡി ഫാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് കണ്ടൽ ലീഗ് എന്ന് പറഞ്ഞപ്പോ അവര് രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, രണ്ടാമതല്ല, മൂന്നാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. അന്ന് പിന്നെ മെസ്സിയും മെയിൻ നെയ്മറും. ആയിട്ട് ഒരു കാര്യമുണ്ട്. ആദ്യമേ ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബിഗ്ഗസ്റ്റ് ലീഗ് ആവാൻ സാധ്യതയുണ്ട് ഈ ഇയർ. ഇയർ എന്താ കാരണം? ഇപ്പൊ ഇനി എങ്ങാനും പോസിബിലിറ്റി ഹൈ ആണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കണേ. കോൺഫറൻസ് ലീഗും യൂറോപ്പ് ക്രിസ്റ്റൽ പാലസ് അടിച്ചു, കോൺഫറൻസ് ലീഗ് ക്രിസ്റ്റൽ പാലസ് അടിച്ചു, ആസ്റ്റൺ വില്ല യൂറോപ്പ ലീഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായ ആഴ്സണല് ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ എന്താ പറയാ തിരിച്ചു വരുമെന്ന് തന്നെ പറയാം. ഒരു കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും ആഴ്സണലും ലിവർപൂളും ഒക്കെ അരങ്ങ് തകർത്ത് വാണ ഒരു സമയം ഉണ്ടായിരുന്നു. അതിലോട്ട് തിരിച്ചു വരികയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ആഴ്സണലിന്റെ തിരിച്ചുവരവ് കൂടിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കണ്ടില്ലേ. ഇപ്പൊ ആസ്റ്റൺ വില്ലയും എത്രയോ കാലത്തിന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഒരു കിരീടം നേടുന്നത്. ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞ സീസണിൽ ഇതേപോലെ FA കപ്പ് അവരുടെ കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കപ്പ് നേടിയിട്ടുണ്ട്. അതേപോലെ യൂറോപ്യൻ കപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിന് വളരെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. ആസ്റ്റൺ വില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ചങ്ങായി കോച്ച് എന്ന് പറയുന്ന ചങ്ങായി ഇവനക്ക് അങ്ങേർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വേണ്ട, ലാ ലീഗ് വേണ്ട, മറ്റേ ലീഗ് വൺ വേണ്ട, ഒന്നും അടിക്കൂല. ചാമ്പ്യൻസ് ലീഗും അടിക്കൂല, ക്ലബ് വേൾഡ് കപ്പ് അടിക്കില്ല. ആകെ അടിക്കുന്ന ട്രോഫി എന്ന് പറഞ്ഞാൽ യൂറോപ്പ ലീഗ്. ഈ ചങ്ങായിക്ക് എമിറിക്കി എന്നുള്ള ആ ഒരു യൂറോപ്യൻ കോച്ച് തന്നെയാണ്, യൂറോപ്പ ലീഗിന്റെ കോച്ച് തന്നെയാണ് പറയപ്പെടുന്നത്. ഓണർ ഓഫ് യൂറോപ്പ ലീഗ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആള് സെവില്ലേക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട്, അതേപോലെ വില്ല റിയലിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട്, അതേപോലെ ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോ ഇതിൽ എമി മാർട്ടിനസിന്റെ പങ്ക് വളരെ വലുതാണ്. എമി മാർട്ടിനസ് കളി തുടങ്ങുമ്പോൾ പരിക്ക്, ഇടത് കൈയിലെ വിരലിന് പരിക്ക് വെച്ചിട്ടാണ് ആള് കളി അവസാനിപ്പിക്കുന്നത്. ചങ്ങായി 7 ഫൈനൽ കളിച്ചിട്ടുണ്ട്, 7 ഫൈനലിൽ 7 കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത അർജന്റീന സ്ക്വാഡിൽ 1ാം ഗോൾ കീപ്പറായിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇതാണ് സാധ്യതകൾ. ഇതിനു മുമ്പ് ഇവര് തമ്മിൽ കളിച്ചപ്പോ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലാണ് കളിച്ചത്. 3-1 അഗ്രിഗേറ്റിൽ PSG ജയിച്ചു. അല്ലെങ്കിൽ PSG അല്ലായിരുന്നു ആ ഒരു സെമി ഫൈനലെങ്കിൽ ആഴ്സണൽ എന്തായാലും ഫൈനലിൽ എത്തേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എന്താ കാരണം അത്രയും മിന്നു ഫോമിന്. പക്ഷെ PSG മുന്നേ സെക്കൻഡ് ലെഗിൽ, ഫസ്റ്റ് ലെഗിൽ 1-0, സെക്കൻഡ് ലെഗിൽ 2-1 പരാജയപ്പെട്ടത്. ഒന്നല്ലാതായിപ്പോ എന്താ പറഞ്ഞാല് കളി മറന്ന ആഴ്സണലിനാണ് കണ്ടത്. ഈ കലോട്ട് തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്, അത് അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിറമങ്ങിയ ഒരു പ്രകടനം തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പഠിച്ചിട്ട് PSG-യുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്ടിക്സ് പറഞ്ഞാല് പ്രസ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ഗോൾ അടിക്കുക. പിന്നെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങും. എന്തായാലും അങ്ങനെ തന്നെയാണ് രണ്ട് ടീം. ആർക്കാണ് ഒരു പിഴവ് പറ്റുക, അതിപ്പോ PSG-യുടെ ഡിഫൻസിന് പിഴവ് പറ്റിയാലും ആഴ്സണൽ ഡിഫൻസിന് പിഴവ് പറ്റിയാലും ആ പിഴവ് മുതലാക്കിയിട്ടായിരിക്കും നാളത്തെ ഫസ്റ്റ് ഗോൾ വരാൻ പോകുന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ നാളെ ടൈമിംഗ് ബെനിഫിറ്റും കൂടിയുണ്ട് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ. അതന്നെ, ഈ 9:30 മണിക്ക് ഞാനിപ്പോ അല്ലെങ്കിൽ നമ്മളിവിടെ UAE-ലൊക്കെ 11, 11:30, 12 മണിക്കൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ മെയിൻ ആയിട്ടുള്ള ആള് പറഞ്ഞിട്ട് ബോർഡിന്റെ എന്തോ ഹെഡാണ് ആള് പറഞ്ഞിട്ട്, ഇങ്ങനെ ഏഷ്യൻ ഫാൻസിനൊക്കെ നമ്മളെ കളി കാണാൻ പറ്റില്ല, ഭയങ്കര നിരാശയായിട്ട് രാത്രി 1:30-ക്കും 2 മണിക്കും ഒക്കെയാണ് കളി നടക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അത് മാത്രമല്ല, ടെലികാസ്റ്റിലും കുറച്ച് ഇത് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാല് അത്രയും കംഫർട്ടബിൾ ആ ടൈമാണ്. പിറ്റേ ദിവസം സൺഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പൊ എന്തായാലും നല്ല, പക്ഷെ ഒരു വൈബ് എന്തോ കുറഞ്ഞ പോലെ തോന്നുന്നില്ല. എന്താ പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വേൾഡ് കപ്പ് വന്നു. വേൾഡ് കപ്പ് തുടങ്ങാനായിട്ട് എന്താ അതല്ല കുഴപ്പം. വേൾഡ് കപ്പ് ഒരു സൈഡിൽ ഫ്ലെക്സ് നടക്കുമ്പോ ഈ ചാമ്പ്യൻസ് ലീഗ് ആരും എടുത്തു പറഞ്ഞില്ല. പക്ഷെ ഒരുപാട് ഡിലേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരാൻ വേണ്ടി കുറച്ചുകൂടി മുന്നേ നടത്തണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തന്നെ തുടക്കം തന്നെ കുറെ ലേറ്റ് ആയിട്ടാണ് ഒരു ആരവങ്ങളും ഇപ്പൊ ഫാൻ ഫൈറ്റും കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളൂ. നാട്ടിൽ ഫ്ലെക്സുകൾ വെക്കലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഈ എന്താണ് ചാമ്പ്യൻസ് ലീഗ് കുറെ വൈകിപ്പോയി. അതേപോലെ ഇതിന്റെ അടിയിൽ ട്രാൻസ്ഫർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെ, അത് ഇന്നലെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ചാമ്പ്യൻസ് ലീഗ് നാളെ ഫൈനൽ എന്ന് പലർക്കും ചോദിക്കുമ്പോൾ അറിയുന്ന പോലും ഇല്ല. നാളെയാണോ ഫൈനൽ, എത്ര മണിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ കൂട്ടുകാരന്മാരുടെ ഇടയിൽ സംസാരിച്ചപ്പോൾ നാളെ ആര് ജയിക്കും ചോദിച്ചപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നാളെയോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ മത്സരത്തിൽ ആഴ്സണലിന് കപ്പ് എടുക്കുകയാണെങ്കിൽ അത് ആർട്ടറ്റ എന്ന് പറയുന്ന ആ കോച്ച് തന്നെയായിരിക്കും അതിന്റെ മൊത്തം ക്രെഡിറ്റും കിട്ടാൻ പോകുന്നത്. അതേപോലെ PSG ആണ് കപ്പ് എടുക്കുകയാണെങ്കിൽ ലൂയിസ് എൻറിക്കെ മുതലേ ചങ്ങായിയുടെ 2ാമത്തെ തുടർച്ചയായ ചാമ്പ്യൻസ് ലീഗും എന്താ പറയാ PSG-ക്ക് വേണ്ടിയിട്ട് എന്താ മിന്നും പ്രകടനമല്ല ചങ്ങായി കാഴ്ചവെക്കും. കഴിഞ്ഞ സീസണിൽ തൂക്കാവുന്ന ട്രോഫികളൊക്കെ തൂക്കി ആകെ മിസ്സായത് ചെൽസിക്ക് മുന്നിൽ ക്ലബ് വേൾഡ് കപ്പ് മാത്രം, ബാക്കി എല്ലാ ട്രോഫികളും തൂക്കിയിട്ടുണ്ട്. അപ്പോ അടുത്ത ബാലൻഡിയറിലെ ലിസ്റ്റിൽ ചിലപ്പോ ഡിക്ലൻ റൈസും അതേപോലെ തന്നെ ഡെംബലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേൾഡ് കപ്പ് എന്നൊരു മാമാങ്കം കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്, ആരാണ് കിരീടം നേടുന്നത്, അങ്ങനെ ആ ഒരു ടീമിന്റെ ഏറ്റവും
ചുക്കാൻ പിടിക്കുന്ന ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ബാലൻഡിയർ കൊണ്ടുപോകാൻ പറ്റും. എന്താ പറയുക, യെസ് ക്ലബ് വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗിനേക്കാളൊക്കെ മുകളിലാണ് രാജ്യത്തിന് വേൾഡ് കപ്പ്. വേണ്ടിയിട്ട് എടുക്കുന്ന ബാലൻഡിയറിന്റെ ഒരു നിബന്ധനകളുള്ളിൽ അത് ബാലൻഡിയറിൽ ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെയാണ് 2022 മെസ്സി എന്ന് പറയുന്ന മിഷിഹ വീണ്ടും ബാലൻഡിയർ തൂക്കിയത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്കോർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ആരാണ് വിജയിക്കുക എന്നുള്ളത്, എത്ര ഗോളും. എത്ര ഗോൾ എന്നുള്ള കാര്യം അത് മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ പറ്റിയാൽ നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും, കളി തുടങ്ങുന്ന ഒരു അരമണിക്കൂർ മുമ്പ്. അപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം.